ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു, നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവത്തിലെ നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ കണ്ണീനിരുകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സാക്ഷിയാക്കിയ അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ജീവ. ഞാൻ വൈക്കത്തുനിന്ന് വരുന്നു, വൈക്കം കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മയാണ്. അമ്മയുടെ പേര് ലൗലി. ഇതെൻ്റെ മകനാണ്. മകൻ്റെ പേര് മിഖായേൽ. ഞങ്ങളുടെ 3 പേരുടെ ഒരു രോഗസൗഖ്യ സാക്ഷ്യം പറയാനാണ് ഞാനിന്നിവിടെ വന്നത്. ആദ്യമായി ഞാൻ എൻ്റെ അമ്മയുടെ സാക്ഷ്യം പറയാം. അമ്മയ്ക്ക് കഴിഞ്ഞ വർഷം ഡിസംബർ 2025 ഒരു വയറുവേദന പോലെ വന്നു. പക്ഷേ അത് ഞങ്ങൾ കാര്യമാക്കിയില്ല, കാരണം അമ്മയ്ക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാറുള്ളതാണ്. അങ്ങനെ വയറുവേദന ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അപ്പോൾ ഒരു 12 മണി സമയമൊക്കെ ആയി. രാത്രി 12 മണിക്ക് തന്നെ ഞങ്ങൾ അടുത്തുള്ള വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് അവർ പെട്ടെന്ന് തന്നെ ഒബ്സർവേഷൻ ഇരുത്തി ഒരു ഇഞ്ചക്ഷൻ എടുത്തു, ഗ്യാസിൻ്റെ മരുന്ന് കൊടുത്തു. ഒന്നും കുറയുന്നില്ല. കുറയാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നി, കാരണം അമ്മയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വയറുവേദന വരുന്നത്. അങ്ങനെ പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്കതിനുള്ള സജ്ജീകരണങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് അമ്മയ്ക്ക് വയറിൻ്റെ എക്സ്റേ എടുപ്പിച്ചു, സ്കാൻ ചെയ്യിപ്പിച്ചു, പിന്നെ ബ്ലഡ് ടെസ്റ്റ് എടുപ്പിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് റിപ്പോർട്ട് വന്നു. റിപ്പോർട്ടിൽ അമ്മയ്ക്ക് അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് ആയിട്ടാണ് വന്നത്. പെട്ടെന്നുണ്ടാകുന്ന ഒരു പാങ്ക്രിയാസിലെ ഒരു വീക്കം പോലെയാണ് വന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഇത് റെയറായിട്ട് വരുന്ന അസുഖമാണ്, അങ്ങനെ പെണ്ണുങ്ങൾക്ക് വരാൻ ചാൻസ് കുറവാണ്, ഇത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇവിടെ അഡ്മിറ്റ് ആകുക, എന്നിട്ട് നമുക്ക് മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ അഡ്മിറ്റാക്കി. ആ സമയത്തൊക്കെ അമ്മയ്ക്ക് എന്നെ നോക്കുന്നില്ല, കാരണം ഞങ്ങൾ 2 പെൺമക്കളാണ്, ഞങ്ങൾക്ക് അച്ഛനില്ല. അപ്പോൾ ഭയങ്കര സങ്കടമാണ്, കാരണം അമ്മേനെയും കൂടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ സങ്കടമാണ്, കാരണം ആകെ ഉള്ളത് ഞങ്ങൾക്ക് അമ്മയാണ്. അപ്പം ഞാൻ തട്ടുന്നുണ്ട്, പക്ഷേ അമ്മേനെ മുഖത്ത് തട്ടുമ്പോഴൊന്നും അമ്മ എണീക്കുന്നില്ല. അമ്മ ബോധം പോയൊരവസ്ഥയിലാണ് കിടക്കുന്നത്. അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് തന്നെ അമ്മേനെ വന്ന് കാണുകയും പെട്ടെന്ന് തന്നെ മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തു. 2-3 ദിവസം അമ്മയ്ക്ക് ഫുഡും കാര്യങ്ങളൊന്നും കൊടുത്തില്ല, മരുന്ന് മാത്രം കൊടുത്തു. വേദന കുറഞ്ഞ സമയത്ത് ഡോക്ടർ വന്നിട്ട് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നമുക്ക് MRI എടുത്ത് നോക്കാം, കാരണം ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല, കാരണം അമ്മയ്ക്ക് ഇതെന്താണ് ഇങ്ങനെ വരാൻ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് നിങ്ങളൊരു MRI എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് MRI എടുക്കാനായിട്ടൊരു ഡേറ്റ് തന്നു. ഞങ്ങൾ അവിടെ മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ MRI എടുപ്പിച്ചു. MRI റിപ്പോർട്ട് വന്നു. അതിൻ്റെ അകത്ത് അമ്മയ്ക്ക് അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് മാത്രമല്ലായിരുന്നു, അമ്മയ്ക്ക് ഫസ്റ്റ് ഗ്രേഡ് ഫാറ്റി ലിവർ, അതുപോലെ അന്നനാളത്തിൽ വെള്ളക്കെട്ട്, അതുപോലെ അമ്മയ്ക്ക് പിത്തനാളിയുടെ അവിടെയായിട്ട് ചെറിയൊരു സിസ്റ്റ് പോലെ കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളാം മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ്. എനിക്ക് കൃപാസന പത്രം പല സമയത്തും ഞങ്ങൾ ലാബിൽ കിട്ടാറുണ്ട്, പക്ഷെ ഞാൻ ഒരിക്കൽ പോലും കൃപാസന പത്രം ഒന്നും എടുത്ത് വായിക്കാനോ ഒന്നും ചെയ്തിട്ടില്ല, കാരണം അമ്മയുടെ ഫ്രണ്ടിൽ കാണാവുന്ന മാതാവിൻ്റെ ഫോട്ടോ നോക്കും, അവിടെ വയ്ക്കും, അങ്ങനെ തന്നെയായിരുന്നു. അപ്പം അന്ന് ഒരു പ്രാവശ്യം അന്ന് ആശുപത്രി വെച്ച് അമ്മ കിടന്നിരുന്ന വാർഡ് ഒന്ന്
അപ്പുറത്തെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് അവിടെ അമ്മേനെ കിടത്തിയ റൂമിൻ്റെ ആ തലഭാഗത്ത് തന്നെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു കൃപാസന പത്രം ഇരിപ്പുണ്ട്. ഞാൻ ആ പത്രം എടുത്തു വായിച്ചു. അത് വായിച്ച് ഞാൻ തുറന്ന സമയത്ത് ആദ്യമായി എനിക്ക് കിട്ടിയൊരു സാക്ഷ്യം ഒരു ക്യാൻസർ രോഗിയായിട്ടൊരു ചേച്ചീനെ സൗഖ്യപ്പെടുത്തുന്നതാണ്. അത് കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു. കാരണം എൻ്റെ അമ്മയ്ക്കും അങ്ങനെ എന്തൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ മാതാവിനോട് ഒത്തിരി, ഞാൻ അന്ന് ആ രാത്രി ഞാൻ ഉറങ്ങിയിട്ട് പോലും, പിറ്റേ ദിവസം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ അങ്ങനെ ഒന്നും വിട്ട് പറയുന്നില്ല നമ്മളോട് എന്താ കാരണമെന്നും. ഞങ്ങൾ 2 പെൺപിള്ളേരാണ്, അതുകൊണ്ട് വേറെ ആണുങ്ങൾ ഞങ്ങളുടെ കൂടെ ആരും ഇല്ല. അന്ന് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ ഒന്നും ഞങ്ങളോട് തുറന്നു പറഞ്ഞില്ല. ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ അമ്മയ്ക്ക് വേദന ഇപ്പോൾ കുറവുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോളൂ, എന്നിട്ട് വേറൊരു ദിവസം സർജിക്കൽ ഗ്യാസ്ട്രോനെ വന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കാണാനായിട്ട് സർജിക്കൽ ഗ്യാസ്ട്രോനെ കാണാൻ മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ ചെന്ന സമയത്ത് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഇതൊരു സിസ്റ്റം ഉണ്ട്, അപ്പോൾ ഇത് ബയോപ്സിക്ക് അയക്കണം, അതുകൊണ്ട് നിങ്ങൾ ഒരു എൻഡോസ്കോപ്പി എടുക്കേണ്ടി വരും. മാർച്ച് 26 അങ്ങനെ 2 ഡേറ്റ് തന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തായാലും ഇത് ചിലപ്പോൾ ബയോപ്സിക്ക് എടുക്കേണ്ടി വരും, എന്തോ ഉണ്ടെന്ന് മാത്രം ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ ആകെ ഞങ്ങൾ തകർന്നുപോയി. കാരണം അങ്ങനെയൊന്നും വരല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങളിലേക്ക് ഡോക്ടർ ഇങ്ങനെ കൂടെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ തകർന്നുപോയി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. ഇറങ്ങിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഉടമ്പടി എടുക്കാൻ പോകണം, എന്തായാലും ഞാൻ കൃപാസനത്തിൽ പോവുകയാണ്, എനിക്ക് ഉടമ്പടി എടുക്കണം, എനിക്ക് ഉടമ്പടി എടുക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ 1/2/2026 തീർത്ഥാടക ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നു. അങ്ങനെ വന്ന സമയത്ത് ഇവിടെ വന്ന സമയത്ത് എനിക്കൊന്നും അറിയത്തില്ല, എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതൊന്നും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുക്കാനായിട്ട് ക്ലാസ്സിൽ കയറിയിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നു ഒരു 9:30 സമയമൊക്കെ ആയപ്പോൾ ഞാൻ വെളിയിലിരുന്ന് പാത്രം കഴുകിക്കൊണ്ടിരുന്ന സമയത്ത് എന്താണെന്നറിയാം, ഭയങ്കര ഒരു സുഗന്ധാഭിഷേകം എന്നിലേക്ക് വരുന്ന പോലെ എനിക്ക് തോന്നി. അത് കുറച്ച് സെക്കൻഡുകൾ മാത്രമേ എൻ്റെ അടുത്ത് നിന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അത് പോവുകയും ചെയ്ത്. പക്ഷെ എനിക്ക് എന്താണ് കാരണമൊന്നും മനസ്സിലായില്ല, കാരണം ഞാൻ ഉടമ്പടി എടുത്തതേ ഉള്ളൂ, അതുകൊണ്ട് അറിയത്തില്ല. അങ്ങനെ ഞാൻ ഡെയിലി 5, 6, 7 സാക്ഷ്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ കാണുന്ന സമയത്താണ് ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞതിൽ സുഗന്ധാഭിഷേകം അമ്മമാതാവ് വരുമ്പോഴാണെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ എനിക്കപ്പോൾ മനസ്സിലായി അമ്മയാണ് അന്ന് രാത്രിയിൽ എൻ്റെ അടുത്ത് വന്നത്. ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ അമ്മമാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്നും ലാബിലിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ 5, 6, 7 സാക്ഷ്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി. വിശുദ്ധ നേർച്ച വസ്തുക്കൾ, വിശുദ്ധ തൈലം ഞാൻ അമ്മയുടെ വയറ്റിൽ എന്നും കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ചോറിൻ്റെ അകത്ത് ഉപ്പിട്ട് കൊടുക്കാറുണ്ടായിരുന്നു, ഉപ്പിട്ട് വെള്ളം കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ അമ്മയ്ക്ക് എന്നും കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് ഓരോരോ അടയാളങ്ങൾ സാക്ഷ്യം കേൾക്കുമ്പോൾ ഓരോ അടയാളങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ടെന്ന് ഓരോരുത്തർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കും, അമ്മ എനിക്കും അമ്മ മാതാവ് തരില്ലേ ഒരു അടയാളമെന്ന് ചോദിച്ചു. അങ്ങനെ എനിക്കും അമ്മ മാതാവ് തിരിയിൽ ഒരു അമ്മയുടെ രൂപം തന്നെ കാണിച്ച് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ അത് കഴിഞ്ഞ് ഞങ്ങൾ എൻഡോസ്കോപ്പിയുടെ ഡേറ്റായി മാർച്ച് 20-ാം തീയതി ഞങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് എൻഡോസ്കോപ്പി എടുക്കാൻ ചെന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ അമ്മയുടെ വയറ്റിൽ കയറുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ വയറ്റിൽ വിശുദ്ധ തൈലവും വായിൽ ഉപ്പ് ഇട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് അമ്മേനെ ഉള്ളിലേക്ക് കയറ്റിയത്. അമ്മ കയറിയ സമയത്ത് അവിടെ ഞാൻ പുറത്തിരുന്ന് തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. നന്നായിട്ട് ഞാൻ അവിടെ ഇരുന്ന് തന്നെ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയ്ക്ക് ബയോപ്സി എടുക്കേണ്ടി വരരുത്, കാരണം ഒരു പ്രശ്നവും ഇല്ലാതെ നോർമൽ റിപ്പോർട്ട് തന്ന അമ്മ മാതാവിനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കണ്ണീരോടെ. അങ്ങനെ അമ്മയുടെ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അന്നനാളത്തിൽ ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടായിരുന്നത് ഒരു കുഴപ്പവുമില്ലാതെ അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. നോർമൽ റിപ്പോർട്ട് തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ മാർച്ച് 26-ാം തീയതി അടുത്ത എൻഡോസ്കോപ്പി, അങ്ങനെ 2 എൻഡോസ്കോപ്പി ഉണ്ടായിരുന്നു. അന്ന് 2ാമത്തെ എൻഡോസ്കോപ്പി കുറച്ച് അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു എൻഡോസ്കോപ്പി ആയിരുന്നു. അത് പാൻക്രിയാസും ലിവറൊക്കെ ആയിരുന്നു അന്ന് എൻഡോസ്കോപ്പി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയും അന്ന് അമ്മയ്ക്ക് വൈറ്റ് മുണ്ടും വൈറ്റ് ഷർട്ടുമാണ് ഇടേണ്ടത്. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, എടി നീ എനിക്ക് കാശ് രൂപം തരുമോ, എനിക്ക് അമ്മ കൂടെ വേണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മ മാതാവിൻ്റെ കാശ് രൂപം അമ്മയുടെ മുണ്ടിൽ നന്നായിട്ട് കെട്ടിക്കൊടുത്താണ് ഞാൻ വിട്ടത്. അങ്ങനെ അതിന് മുമ്പ് തന്നെ ഞാൻ അമ്മയുടെ വിശുദ്ധ തൈലം വയറ്റിൽ കുരിശ് വരച്ച്, നെറ്റിയിൽ കുരിശ് വരച്ച്, ഉപ്പ് അവിടെ എൻഡോസ്കോപ്പി റൂമിൻ്റെ മുമ്പിൽ തന്നെ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ അമ്മേനെ ഉള്ളിലേക്ക് വിടുന്നത്. അങ്ങനെ അവിടെ വിട്ട്
അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന എൻഡോസ്കോപ്പിയുടെ സമയത്തും ഒക്കെ ഞാൻ അവിടെ വെളിയിൽ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മേ, ഒരു കുഴപ്പം ഇതിൻ്റെ അകത്തും ഞങ്ങൾക്ക് ഉണ്ടാവരുത്, ഇതും ഞങ്ങൾക്ക് നോർമലാക്കി തന്ന് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് മാത്രമായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ റിപ്പോർട്ടും വന്നു. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്യേണ്ടി വരില്ല, കാരണം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം മുഴ ഉണ്ടായിരുന്നത് അത് പാരമ്പര്യമായിട്ടുള്ളൊരു മുഴ മാത്രമാണ്, അത് നിങ്ങൾക്ക് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ബയോപ്സി ഒന്നും എടുക്കേണ്ടി വന്നിട്ടില്ല, അത് വരേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെയും അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഗ്രേഡ്. ആ ഫാറ്റി ലിവറും നന്നായിട്ട് കുറഞ്ഞതായിട്ട് അവിടെ ഉണ്ടായില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആമാശയത്തിലെ വെള്ളക്കെട്ടും നോർമലാക്കി തന്ന് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് 1000 നന്ദി. പിന്നെ രണ്ടാമത്തത് എൻ്റെ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ്. കുഞ്ഞിന് എപ്പോഴും അവന് ഭയങ്കര ഇമ്മ്യൂണിറ്റി പവർ കുറവായിരുന്നു, എപ്പോഴും അസുഖങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം 2 മാസം പനി വന്നു കഴിഞ്ഞാൽ വീണ്ടും 2 മാസം ആകുമ്പോൾ വീണ്ടും അവന് പനി വരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുഞ്ഞിന് ഭയങ്കരമായിട്ടൊരു ടെമ്പറേച്ചർ. അപ്പോൾ ഞാൻ ടെമ്പറേച്ചർ നോക്കി, ഒരു 102 ഡിഗ്രി ടെമ്പറേച്ചർ അവന് അന്നുണ്ടായിരുന്നു. അപ്പം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്നു, ഈ പാരസെറ്റമോൾ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നീ അതെടുത്ത് കൊടുക്കുക, കാരണം ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഡോക്ടറെ കാണാൻ പോകാൻ പറ്റില്ല, അപ്പോൾ നീ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ അത് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പാരസെറ്റമോൾ നോക്കി, അവിടെ എങ്ങും പാരസെറ്റമോൾ ഇല്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ആരോ പറയുന്നുണ്ട്, നീ ഉടമ്പടി എടുത്ത മകളല്ലേ, നീ എന്തിനാണ് പാരസെറ്റമോൾ കുഞ്ഞിന് കൊടുക്കുന്നത്, നീ വിശുദ്ധ തൈലം എടുത്ത് കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു. അങ്ങനെ അപ്പം ഞാൻ ഓർത്ത്, ശരിയാണല്ലോ, ഞാൻ ഉടമ്പടി എടുത്ത മകളല്ലേ, ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അപ്പം തന്നെ അവൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം തന്നെ അവൻ്റെ ടെമ്പറേച്ചർ കുറയുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഡോക്ടറെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ട് കാണിച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡിൻ്റെ നിർബന്ധത്താൽ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി. അവിടെ ചെന്ന് ടെമ്പറേച്ചർ നോക്കിയപ്പോൾ ഡോക്ടർ തന്നെ അതിശയിച്ചു. കാരണം ഇത്രയും മേൽ ചൂടുണ്ടായിരുന്ന കുഞ്ഞിന് ഇതെങ്ങനെ ചൂട് കുറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കൊടുത്തോ എന്ന് എന്നോട് ഇങ്ങോട്ട് തന്നെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, മരുന്നൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അവരൊരു പാരസെറ്റമോൾ മാത്രമേ എൻ്റെ കയ്യിൽ തന്നു വിട്ടുള്ളൂ, അത് കൊടുത്തിട്ടേ ഇല്ല ഞാൻ. കാരണം അത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിൻ്റെ അസുഖം പൂർണ്ണമായും മാറിയായിരുന്നു. ഇതുവരെ അങ്ങനെ 2 മാസം അങ്ങനെ കൂടുമ്പോൾ അവനൊരു പനിയും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. വന്നു പോയതല്ലാതെ ഇതുവരെ എൻ്റെ കുഞ്ഞിന് പനിച്ചിട്ടില്ല. പിന്നെ അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ മൂന്നാമത്തത് എൻ്റെ സാക്ഷ്യമാണ്. എനിക്ക് ഈ വർഷം ഈസ്റ്ററിൻ്റെ സമയത്ത് വെളുപ്പിന് നമ്മുടെ അഞ്ചരയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ശ്വാസം മുട്ടുന്ന പോലെ ഒരു അവസ്ഥ വന്നു. പെട്ടെന്ന് തന്നെ എൻ്റെ ശരീരമൊക്കെ കുളിരുന്ന പോലെ തോന്നി, ഭയങ്കരമായിട്ട് വിറച്ച്, ഞാൻ ഭയങ്കരമായിട്ട് വിയർത്ത് ഭയങ്കര അസ്വസ്ഥത പോലെ തോന്നി. പെട്ടെന്ന് ഞാൻ അവിടെ ഇരുന്നു, ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. പെട്ടെന്ന് ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, എന്ത് പറ്റിയിട്ട് നിനക്ക് വേറെ എന്ത് പറ്റി, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ എനിക്കെന്തോ ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അടുത്തിരുന്ന ഉപ്പും വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് വായിലിട്ടിടുകയും വിശുദ്ധ തൈലം എടുത്ത് കുരിശ് വരയ്ക്കുകയും ചെയ്തു. ഉപ്പിട്ട സമയത്ത് തന്നെ എൻ്റെ വായിൽ ആരോ തീ ഇടുന്ന പോലെ ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. കാരണം ഭയങ്കരമായിട്ട് പൊള്ളുമായിരുന്നു. അപ്പം തന്നെ എൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അങ്ങ് മാറുകയും ചെയ്ത്. പെട്ടെന്ന് തന്നെ ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യം ചെയ്ത്, നമുക്ക് ഡോക്ടറെ എന്തായാലും ഒന്ന് കാണിക്കാം, ഗ്യാസിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ എടുത്തു കൊണ്ടുപോയി. ഡോക്ടർ നോക്കി പരിശോധിച്ചപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് BP ഒക്കെ നോർമലാണ്, പൾസ് നോർമലാണ്, അതുപോലെ വേറെ ഒരു പ്രശ്നമില്ല, ഓക്സിജൻ്റെ ഒക്കെ ലെവൽ നോർമലാണ്. അപ്പോൾ ഡോക്ടർ 2 ഗ്യാസിൻ്റെ ഗുളിക എനിക്ക് എഴുതി തന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയുന്നുണ്ട്, നീ ഗ്യാസിൻ്റെ ഗുളിക കഴിക്കണ്ട. അപ്പം ഞാൻ മരുന്ന് മേടിച്ച് തിരിച്ച് ഡോക്ടറെ കൊണ്ടുപോയി തന്നെ ആ മരുന്ന് വെട്ടിച്ച് ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് മരുന്ന് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഓക്കെ ശരി, നിനക്ക് വേണ്ടെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ, അന്ന് ഈസ്റ്ററാണ്, ഉച്ച സമയമൊക്കെ ആയപ്പോൾ ഞാൻ കിടന്നുറങ്ങുവാണ് ഉച്ചയ്ക്ക്. അപ്പോഴും സെയിം സിറ്റുവേഷൻ എനിക്ക് ഇതുപോലെ വന്നു. അപ്പോഴും ഞാൻ അമ്മയോട് മുട്ടുകുത്തി അവിടെ നിന്ന് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴാണ് എനിക്ക് ഈ ഒരു സിംറ്റംസ് കാണുന്നത്. അമ്മ എനിക്ക് ഭയങ്കര പേടി, എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല, എനിക്ക് എൻ്റെ ശ്വാസം മുട്ടുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി നാളെ രാവിലെ ഞാൻ എണീക്കുമ്പോൾ എനിക്ക് ഈ അസുഖം നീ വരുത്തരുതെന്ന് പറഞ്ഞ് ഞാൻ നന്നായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ കിടക്കുന്ന എൻ്റെ റൂമിൽ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഞാൻ അന്ന് അവിടെ കിടന്നത്. ഞാൻ കിടക്കേണ്ടത് ഇനി എൻ്റെ അമ്മ മാതാവിൻ്റെ മടിയിലായിരിക്കണം ഞാൻ ഇന്ന് രാത്രി
ഉറങ്ങണ്ടേന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു കിടന്നു. അന്ന് രാവിലെ ഞാൻ എണീറ്റു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല എനിക്ക്. ഇന്ന് വരെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അന്ന് രാവിലെ പിന്നെ ഞാൻ ഒന്നുകൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഡെയിലി ബ്രെഡൊക്കെ കണ്ടിട്ട് പിന്നെ ഞാൻ ഒന്നുകൂടെ പോയി കിടന്നു. കിടന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കാണുവാണ്. നല്ല വെള്ളക്കുതിര, ആ വെള്ളക്കുതിര സഞ്ചരിക്കുവാണ്. ആ സഞ്ചരിക്കുന്ന കുതിരയുടെ മേളിൽ നമ്മുടെ ഈ കൃപാസന മാതാവ് സഞ്ചരിച്ച് വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഇതുവരെയായിട്ടും എനിക്ക് ആ അസുഖം വന്നിട്ടേ ഇല്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. ഞാൻ എല്ലാ മാസം ഇവിടെ വന്ന് 3 കെട്ട് പത്രം മേടിക്കും. 3 കെട്ട് പത്രം മേടിച്ച് ഓട്ടോ സ്റ്റാൻഡിലും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകളിലും പിന്നെ ലാബിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ലാബിലൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു അനാഥ മന്ദിരമുണ്ട്. അവിടെ കുറേ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അമ്മമാരാണ്. അവർക്ക് ഞാൻ തന്നെ ചോറുണ്ടാക്കി അവർക്ക് അവിടെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്ത 2-3 ചേച്ചിമാരുണ്ട്. അവരുമായിട്ട് ഞാൻ പോയി പച്ചക്കറികളും അതുപോലെ അരിയൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എനിക്ക് ഒത്തിരി വളരാൻ പറ്റിയിട്ടുണ്ട്. കാരണം പള്ളിയിൽ പോകാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. വിശുദ്ധ കുർബാനയൊന്നും അങ്ങനെ സ്വീകരിക്കുകയൊന്നുമില്ലായിരുന്നു. കുമ്പസാരമൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും പറ്റുന്ന പോലെ ഞാൻ വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുവാനും അതുപോലെ കുമ്പസരിക്കുവാനും അരമണിക്കൂർ ബൈബിൾ വായിക്കുവാനും എല്ലാ ദിവസവും ജപമാല ചൊല്ലുവാനും അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടുവാനും ധ്യാനം കൂടുവാനും ധ്യാനമൊന്നും എനിക്ക് മുടക്കിയ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഞാൻ ധ്യാനം കൂടും. ഇനിയും എൻ്റെ അതുപോലെ തന്നെ അമ്മയ്ക്കൊരു അനുഭവം ഉണ്ടായത്, അമ്മയ്ക്ക് ഞാൻ പറഞ്ഞില്ല എൻഡോസ്കോപ്പി ദിവസത്തിൻ്റെ അന്ന് അമ്മയ്ക്ക് എൻഡോസ്കോപ്പിക്ക് കയറുന്നതിന് മുമ്പ് ഒരു അറ്റൻഡറാണ് അമ്മേനെ അകത്തോട്ട് കൊണ്ടുപോയത്. അപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിടുന്നത് ആ അറ്റൻഡർ കണ്ടതാണ്. അപ്പം ആ അറ്റൻഡർ അന്ന് അകത്തോട്ട് കൊണ്ടുപോയി എൻഡോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് അമ്മേനെ ഭയങ്കരമായിട്ട് തലോടുമായിരുന്നു. അമ്മേനെ തലോടുന്നു, കൈ പിടിക്കുന്നു, കാലെ പിടിക്കുന്നു, അമ്മയുടെ മുഖത്ത് പിടിച്ച് ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ കൊഞ്ചിക്കുന്ന പോലെ കൊഞ്ചിക്കും. അപ്പം അമ്മ എന്നോട് അവിടെ വെച്ച് പറഞ്ഞില്ല, ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ബസ്സിലിരിക്കുന്ന സമയത്താണ് അമ്മ എന്നോട് പറഞ്ഞത്, എടി ആ അറ്റൻഡർ എന്നെ ഭയങ്കരമായിട്ട് തലോടുമായിരുന്നു, എനിക്കറിയത്തില്ല എന്തായിരുന്നു, ഭയങ്കരമായിട്ട് സ്നേഹിക്കുമായിരുന്നു, ഒരിക്കലും ഞാൻ ഇതുവരെയായിട്ടും ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലെന്ന് പറയും. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അത് വേറെ ആരുമല്ല, അത് അമ്മ മാതാവ് നമുക്ക് വേണ്ടി നിയോഗിച്ചതാണ്, അമ്മ മാതാവ് തന്നെയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. ഇനിയുള്ള ജീവിതം, ഉടമ്പടി ജീവിതം, ഇനി ജീവിതാവസാനം വരെയും ഈ ഉടമ്പടിയിൽ തന്നെ പോകാൻ തന്നെയാണ് ഞാൻ ഇത്രയും പറഞ്ഞ് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 4-ാം വചനമാണ്. സുഖപ്പെടുത്തണമേ എന്ന പ്രവാചകൻ്റെ പ്രാർത്ഥന ഒരുപക്ഷെ ശാരീരിക സൗഖ്യം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെങ്കിൽ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ശാരീരിക സൗഖ്യം മാത്രമല്ല, മനസ്സിലെ മുറിവുകൾ, ബന്ധങ്ങളിലെ തകർച്ച, പരാജയങ്ങൾ, ഇവയിലെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം, സൗഖ്യം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നാണ്. മനുഷ്യർക്കും മരുന്നുകൾക്കും പറ്റാത്ത ഒരു സൗഖ്യമാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. യഥാർത്ഥ രക്ഷ ദൈവത്തിൽ മാത്രമാണ്. കൃപാസന സന്നിധി, ഈ ആലയം, പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയാണ്. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ഈ സന്നിധിയിൽ സൗഖ്യവും ആശ്വാസവും തേടിയെത്തുന്നവരുടെ അഭയസ്ഥലമാണ്. ഇവിടെ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ലഭിച്ച അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ജീവ നമ്മളോട് പങ്കുവച്ചത്. ആദ്യമായി കൃപാസനത്തെപ്പറ്റി അറിയുന്നത് ഒരു പത്രത്തിൽ കൂടിയാണ്. അതിനു മുൻപ് പല പ്രാവശ്യം പത്രം കിട്ടിയിരുന്നു, കൃപാസനം പത്രം. പക്ഷെങ്കിൽ അതൊന്നും നോട്ട് ചെയ്തില്ല, വായിച്ചില്ല, പിക്ചർ നോക്കി തിരിച്ചു വെച്ചു. പക്ഷെങ്കിൽ സ്വന്തം അമ്മ ഹോസ്പിറ്റലായപ്പോൾ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കൃപാസനത്തിൻ്റെ പത്രം കണ്ടു. അമ്മയുടെ ഹെൽത്ത് ഇഷ്യൂസ് മനസ്സിലായി, എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അതായത് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് എന്ന രോഗവും പിത്തനാളിയിലുള്ള സിസ്റ്റും ഫാറ്റി ലിവർ ഫസ്റ്റ് ഗ്രേഡും ഒക്കെ, ആമാശയത്തിലെ ഫ്ലൂയിഡുമൊക്കെ, ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ ജീവ ഭയപ്പെട്ടു. അമ്മയുടെ അസുഖം കൂടുതലാണ്,
ഇനി ദൈവം മാത്രമേ ഉള്ളൂ ഒരു ആശ്രയം എന്ന രീതിയിൽ എല്ലാം മറന്ന് ജീവ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് ഓടി വരികയായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. പിന്നീട് എൻഡോസ്കോപ്പിക്ക് പോയപ്പോൾ അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് എന്ന അസുഖത്തിന് വേണ്ടിയുള്ള എൻഡോസ്കോപ്പിയാണ് ആദ്യം ചെയ്തത്. പക്ഷെങ്കിൽ 2 എൻഡോസ്കോപ്പി ഉണ്ടായിരുന്നു. ഈ 2 പ്രാവശ്യം പോയപ്പോഴും ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച ഉപ്പ് അമ്മയ്ക്ക് കൊടുത്തിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചാണ് അമ്മേനെ ഈ 2 പ്രാവശ്യം എൻഡോസ്കോപ്പിക്ക് വിട്ടത്. അതിൻ്റെ ഫലമായിട്ട് വീണ്ടും അമ്മ തന്നെയാണ് അമ്മയുടെ വിശ്വാസത്തോടെ അമ്മ ചോദിച്ചു, മോളെ ലോക്കറ്റ് കയ്യിൽ ഒന്ന് തരാമോ എന്ന്. ആ അമ്മയുടെ വിശ്വാസവുമുണ്ട്. കൃപാസനം ഉടമ്പടിയിൽ അമ്മയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എൻഡോസ്കോപ്പിയുടെ റിസൾട്ട് വന്നപ്പോൾ അവിടെയും ഈ മകളൊരു അടയാളം ചോദിച്ചു, അമ്മ കൂടെ ഉണ്ടോ അമ്മയും ചോദിച്ചപ്പോൾ ഉടമ്പടി തിരിയിൽ നമ്മൾ രാവിലെ കത്തിക്കുന്ന നീലത്തിരിയിലും വൈകുന്നേരം പച്ചത്തിരിയുമാണ്. ആ നീലത്തിരിയിൽ പരിശുദ്ധ കൃപാസനം അമ്മയുടെ ഒരു നല്ല ഒരു രൂപം തെളിഞ്ഞു വന്ന് ഈ മകളോട് ഞാൻ നിൻ്റെ കൂടെയുണ്ട് മകളെ എന്നുള്ളൊരു അമ്മയുടെ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നീട് ഈ മകൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ആ 2 എൻഡോസ്കോപ്പി റിസൾട്ടും എല്ലാം നല്ല റിസൾട്ടായി വന്നു. കാരണം പിത്തനാളിലെ സിസ്റ്റുണ്ട്. ആ സിസ്റ്റ് ഒരു കുഴപ്പമില്ലാത്ത സിസ്റ്റാണ്. ഫാറ്റി ലിവർ ഫസ്റ്റ് ഗ്രേഡ് ഉള്ളത്. ആമാശയത്തിലെ ഫ്ലൂയിഡുമെല്ലാം മാറി. ഇതൊന്നും ഒരു മരുന്നും കഴിക്കാതെ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഈശോയും അമ്മയും കൂടെ നിന്ന് ഈ മകളെ സുഖപ്പെടുത്തുകയാണ്. പിന്നീട് ഈ മകൾ പറയുന്നത് ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാലാണ്. കാരണം മരുന്നൊന്നും ഉപയോഗിക്കാൻ തുടങ്ങിയില്ല, ടെസ്റ്റിംഗ് നടത്തുകയാണ്. ആ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ആദ്യം എല്ലാം പറഞ്ഞിരുന്നു. പക്ഷെങ്കിൽ പിന്നീട് എൻഡോസ്കോപ്പി ചെയ്തപ്പോഴാണ് അതെല്ലാം അമ്മ മാതാവും ഈശോയും കൂടെ രോഗസൗഖ്യം നൽകി ഈ മകളെ കാത്തു പരിപാലിച്ചത്. അതായത് ഈ മകൾ പറയുന്നത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ഞങ്ങൾക്കൊരു മെറിറ്റുമില്ല, കാരണം രോഗാവസ്ഥ കൂടുതലാണ്. പക്ഷെങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ കൃപയാലാണ് എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെട്ടു എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് മകനുണ്ടായിരുന്ന ഇമ്മ്യൂണിറ്റി പവറിൻ്റെ പ്രശ്നമുണ്ട്. അതായത് ലെസ് ഇമ്മ്യൂണിറ്റി പവറാണ്. അത് ഹൈ ടെമ്പറേച്ചർ ആയപ്പോൾ ബോഡി റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അവിടെയും തൈലം തേച്ച് ഈ മകൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഈ മകൾക്ക് ശ്വാസം മുട്ടൽ വന്നപ്പോഴും അതുപോലെ തന്നെ അമ്മ മാതാവ് സ്വപ്നത്തിൽ വന്ന് മകളെ തൊട്ട് സുഖപ്പെടുത്തുകയാണ്. ഇവിടെയെല്ലാം നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് രോഗസൗഖ്യങ്ങൾ കിട്ടിയത്. പിന്നീട് ഈ മകൾ പറഞ്ഞത് കാരുണ്യ പ്രവർത്തികളെല്ലാം മറ്റുള്ളവരെ സഹായിക്കാനും പിന്നെ അനാഥാലയത്തിൽ പോയി മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ചെയ്യാൻ പറ്റി. ഇതെല്ലാം ലാബ് ടെക്നീഷ്യനായ ഈ മകൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പല രീതിയിൽ സഹായിക്കാനും സാധിച്ചു എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആ സൗഖ്യദാതാവിൻ്റെ കരങ്ങളിലേക്കാണ് കൃപാസനം അമ്മ നമ്മെ കരം പിടിച്ച് നയിക്കുന്നത്. കർത്താവെ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി നമ്മുടെ വേദനകൾ ഈശോയുടെ മുൻപിലേക്ക് പരിശുദ്ധ അമ്മ സമർപ്പിക്കുകയാണ്. നമ്മുടെ എന്ത് തന്നെ പ്രശ്നമായാലും, രോഗാവസ്ഥയായാലും, കുടുംബ പ്രശ്നമായാലും, ഏത് സ്ഥിതിയിലായാലും, ഏത് സാഹചര്യത്തിലായാലും യഥാർത്ഥ സൗഖ്യം നൽകുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് കൃപാസനം അമ്മ നമ്മെ നയിക്കുന്നത്. യഥാർത്ഥ സൗഖ്യം ദൈവത്തിൻ്റെ കൃപയിലാണ്. പരിശുദ്ധ അമ്മ നമ്മെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന നയിക്കുന്ന ഒരു അമ്മയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ നിരാശയിൽ അവസാനിക്കുന്നില്ല. നമ്മുടെ ജീവിതം, ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവായ്ക്കും കുടുംബത്തിന് ലഭിച്ച, പ്രത്യേകിച്ചും ജീവയുടെ അമ്മയ്ക്ക് ലഭിച്ച രോഗസൗഖ്യത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.